ഇന്ന് എന്റെ കൂടെ കാറിൽ നമ്മളൊരു ഇന്റർവ്യൂ പോലെ ചെയ്യാൻ പോകുന്നത് കേരളത്തിന്റെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് കരിയർ കൗൺസിലറും ലീഡർഷിപ്പ് ട്രെയിനറുമാണ്. പുള്ളിനെ പറ്റി നമ്മൾ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് കരിയർ കൗൺസിലിംഗ് എന്നൊക്കെ രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടോപ്പ് 5 നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു വ്യക്തിയാണ്. ഇത് പുള്ളി സ്വന്തമായിട്ട് ഇത്രയും വർഷത്തെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്, അല്ലാതെ കാശ് കൊടുത്ത് ഗൂഗിളിൽ ചെയ്തതോ കാര്യങ്ങളോ ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു 25 ഇയേഴ്സ് ആയിട്ട് ഇതേ ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്ത് ഗ്രാജുവലി ഡെവലപ്പായി ഇന്ന് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ കൗൺസിലറും ലീഡർഷിപ്പ് ട്രെയിനറുമാണ്. എനിക്ക് എൻ്റെ ഒരു അഹങ്കാരമെന്നോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹമെന്നോ അഭിമാനമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, പുള്ളി എന്നെ ഒരു മോനെ പോലെയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും പുള്ളി ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു തരാറുണ്ട്. അപ്പം ഓരോ കഥകളിൽ നിന്നും ഓരോരോ പുതിയ പുതിയ പാഠങ്ങളും പുതിയ പുതിയ ജീവിത വീക്ഷണങ്ങളൊക്കെയാണ് എനിക്കിങ്ങനെ കിട്ടാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ട്രാവലിൽ എനിക്ക് പുള്ളീനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനും അതേപോലെ തന്നെ പുള്ളിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ മാത്രം കേൾക്കുന്നതിനെക്കാട്ടി എനിക്കൊന്ന് കുറച്ചും കൂടെ നിങ്ങൾക്കും കേൾക്കുമ്പോൾ വേറൊരു പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ടായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടാവുകയാണെങ്കിലോ എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനോടൊപ്പം പുള്ളീനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. പുള്ളിയുടെ പേര് വേറൊന്നുമല്ല, പുള്ളിയുടെ പേര് പ്രവീൺ കമലമ്മ എന്നാണ്. വെൽക്കം ചേട്ടാ. താങ്ക് യു സോ മച്ച്. നല്ല ഇൻട്രൊഡക്ഷൻ മോനെ, സന്തോഷം. അപ്പൊ നിങ്ങളെ പോലെയുള്ള ഞാൻ എപ്പോഴും പഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പുതിയ തലമുറയിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ലോകം എല്ലാ സമയത്തും നിയന്ത്രിക്കുന്നത് പുതിയ തലമുറയാണ്. അപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന പുതിയ സിനിമകൾ, പുതിയ പുതിയ ലോക മാറ്റങ്ങൾ, ലോക ക്രമങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അതാത് കാലഘട്ടത്തിലെ യങ് ജനറേഷന് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് അറിവിന്റെ ആരംഭം. അപ്പൊ എല്ലായ്പ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടി നമുക്ക് ജീവിതത്തെ നോക്കിക്കാണാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റൂ. ഇപ്പോൾ ലൈഫ് ഈസ് എ ലേണിംഗ്, അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് പ്രോസസ്. പണ്ട് നമുക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് നമുക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. ആ തെറ്റായപ്പോൾ നമ്മൾ അതിനെ തിരുത്തിയിട്ടുണ്ട്. ഇനി ഇപ്പൊ തിരുത്തിയത് പോലും തെറ്റാണെന്ന് നാളെ തോന്നാം. അപ്പോഴും നമുക്ക് തിരുത്താനുള്ള ഒരു മനസാന്നിധ്യം വേണം. കാര്യം അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പൊലൊക്കെ അല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ തിരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് പരിവർത്തനം, റിഫർമേഷൻ, റിനൈസൻസ് എന്നൊക്കെ പറയുന്നത്. അതാണ് ലൈഫിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാനിപ്പോ സ്ട്രോങ്ലി വിശ്വസിക്കുന്ന കാര്യമാണ്, ഗ്രോയിങ് ഓൾഡ് ഈസ് വെരി ഈസി, ഗ്രോയിങ് യങ് ഈസ് റെവല്യൂഷണറി. അതുകൊണ്ട് എപ്പോഴും നിങ്ങളിപ്പോൾ ജെൻ സി ആണെങ്കിൽ നിങ്ങൾ ജെൻ ആൽഫയിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാര്യം. എപ്പോഴും പുതിയ പുതിയ തലമുറ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പുതിയതും പഴയതും ഒരുമിച്ച് ചേരുമ്പോഴാണ് പഠനം പൂർത്തിയാവുന്നത്. ചിന്തകൾ ശാസ്ത്രീയമാവണം, അഭിപ്രായങ്ങൾ ലോജിക്കലാവണം, അല്ലേ, ബന്ധങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആവണം. ഞാനിങ്ങനെ തുടങ്ങിയാൽ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അജിൻ CET പഠിക്കുന്ന സമയത്ത് ഞാനായിരിക്കും ഒരു പക്ഷേ അജയനെ CET പോയി MBA പഠിക്കുമെന്നൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് അതൊക്കെ കേട്ടു, എടുക്കാനായിട്ട് അതൊക്കെ പഠിച്ചു. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഒക്കെ തുടങ്ങി, അത്യാവശ്യം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, വളരെ ഹാപ്പിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരോടൊക്കെ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം പുതിയത് പലതും, അവരുടെ സിനിമാ സങ്കല്പങ്ങൾ, അവരുടെ ജീവിത വീക്ഷണങ്ങളൊക്കെ നമുക്കും പഠിക്കാൻ പറ്റും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ് ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിലെ തന്നെ പല ഡിസിഷൻസും എടുക്കുന്നതിൽ ഒരു ടോപ്പ് മോസ്റ്റ് എന്ന് പറയാൻ ഇപ്പം ഒരു മെന്ററിനെ പോലെ പല രീതിയിലും തന്നെ പല വഴികളിലും കറക്റ്റായിട്ട് വിട്ടൊരു വ്യക്തിയാണ് ചേട്ടൻ. അപ്പോൾ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് വേറൊരു കാര്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇതിൽ നിങ്ങൾ കാണാനായിട്ട് ഫുള്ളായിട്ട് കാണാൻ പോകുന്നതിൽ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് കണ്ടാൽ പോലും അതിൽ പോലും നിങ്ങൾക്ക് ഒന്നും കിട്ടാതിരിക്കത്തില്ല. കാരണം ഞാൻ പുള്ളീനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ വിസ്ഡം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ ജീവിച്ച അത്രത്തോളം തന്നെ എക്സ്പീരിയൻസ് പുള്ളിക്ക് ഈ ഫീൽഡിലും അല്ലാണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അങ്ങനെ ഒരു വലിയൊരു പൊട്ടൻഷ്യൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തുറന്നു തരാനും, പിന്നെ ഇങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഉസ്താദാണ് പുള്ളി. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ പുള്ളിക്ക്
ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിപ്പോ ഇവിടെ പത്തനംതിട്ടന്ന് തിരിച്ച് വീട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകണം. അതിനൊപ്പമായിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചേട്ടൻ അതിന് ഉത്തരം തരുന്നു. അതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകുന്നു എന്ന് പറയും പോലെ ചോദ്യങ്ങൾ നല്ലതാകുമ്പോൾ ഉത്തരവും നല്ലതാകുന്നു. ജീവിതത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ടതും ചോദ്യങ്ങൾ ചോദിക്കാനാണ്. നല്ല നല്ല ചോദ്യങ്ങൾ സ്വയം ചോദിക്കാനും മറ്റുള്ളവരോട് ചോദിക്കാനും പഠിക്കുമ്പോഴാണ് ഒരു നല്ലൊരു വിദ്യാർത്ഥിയാവുന്നത്. എപ്പോഴും അങ്ങനെയാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അജിൻ ചോദിക്ക്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പറയാൻ ശ്രമിക്കാം. ചേട്ടാ, എനിക്ക് ചേട്ടന്റെ അടുത്ത് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഏതൊരു മേഖലയാണെങ്കിലും ഒരു ടോപ്പ് 3 ക്വാളിറ്റീസ് ഒരാൾക്ക് വേണ്ടത് എന്നുവെച്ചാൽ ആ കരിയറിൽ ഫുൾഫിൽഡ് ആവാനും സക്സസ്ഫുൾ ആവാനും വേണ്ടി വരുന്ന ഒരു 3 ക്വാളിറ്റി അക്കോർഡിംഗ് ടു യു ചേട്ടന്. അത് വളരെ സിമ്പിളാണ്. കാര്യം ഒന്ന്, നമ്മൾ ഏത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴില്, ഞാനിങ്ങനെ പറയുന്നത്, യു ഹാവ് ടു ബി ഏബിൾ ടു ഡെലിവർ ദ ജോബ് ഓൺ ടൈം വിത്ത് മിനിമം സൂപ്പർവിഷൻ. എങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു കമ്പനി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു കസ്റ്റമറിന്റെ നീഡ് നമ്മൾ ഓൺ ടൈമിൽ കൂടുതൽ ഫോളോ അപ്പ് ഒന്നും ഇല്ലാതെ കൃത്യമായി നമ്മൾ സമ്മതിച്ച, അതായത് കസ്റ്റമർ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സർവീസ് ഡെലിവർ ചെയ്യാൻ പറ്റുക. ഒരു എംപ്ലോയി ആണെങ്കിൽ ഒരു കമ്പനി നമ്മളെ എംപ്ലോയ് ചെയ്യുമ്പോൾ കമ്പനി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്ക് കൃത്യമായിട്ട് ഓൺ ടൈം ഓർ ബിഫോർ ടൈം ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ക്വാളിറ്റി. സോ യു ഹാവ് ടു ബി ഏബിൾ ടു ഡെലിവർ യുവർ സർവീസ് ഓൺ ടൈം ഓർ ബിഫോർ ടൈം, ഈവൻ ഇഫ് യു ആർ ഡൂയിങ് എ ബിസിനസ് ഓർ വർക്ക്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത്, ഒരാൾ വിജയിക്കണമെങ്കിൽ അയാൾ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിരിക്കണം. അയാൾ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഏത് മേഖലയിലും വിജയിക്കുന്നത് അതാത് ഏറ്റവും പുതിയതായിട്ട് വരുന്ന, ഇപ്പോൾ AI എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ ഏത് തൊഴിലിനകത്തും AI ഇപ്പൊ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാല് തീർച്ചയായിട്ടും അത് അവരെ ബാധിക്കും. അപ്പൊ നമ്മളെപ്പോഴും ഒരു ടെക്നോളജി ലെഗാർഡ് ആവാതെ എപ്പോഴും ഒരു ടെക്നോളജി ഇൻവെന്റർ ആവുക എന്ന് പറയും. ഏറ്റവും പുതിയ ടെക്നോളജിക്ക് ഏറ്റവും പുതിയ സാധ്യതകൾ, ടെക്നോളജിക്ക് എനിക്ക് എന്തുമാത്രം പുതിയ സാധ്യതകൾ തുറക്കാൻ പറ്റും. അതാണ് യു ഹാവ് ടു ബി വെരി ഇന്നോവേറ്റീവ് ഇൻ യുവർ കരിയർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചെയ്യുന്നത് ബിസിനസ് ആയാലും ജോലി ആയാലും ആ മേഖലയിൽ നമ്മൾ വളരെയധികം ഇന്നോവേറ്റീവ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇത് ബിസിനസ് ആയാലും ജോലി ആയാലും നമ്മൾ മനുഷ്യരോടൊപ്പമാണ് ചേർന്ന് ജീവിക്കുന്നത്. അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസും ഒക്കെയാണ് നമ്മളെ വളരാൻ സഹായിക്കുന്നത്. മറ്റേത് രണ്ടും ടെക്നിക്കലി വേണ്ടുന്ന സ്കില്ലാണെങ്കിൽ ഇത് ലീഡർഷിപ്പ് സ്കില്ലാണ്. ഇതുള്ളവർ മാത്രമേ ജീവിതത്തിൽ വലിയ ലീഡർഷിപ്പ് തലങ്ങളിലൊക്കെ എത്തത്തുള്ളൂ. അവർ മാത്രമേ വിജയിക്കത്തുള്ളൂ. ഒരു കമ്പനിക്കകത്ത് പോയാലും ആ കമ്പനിയിലെ നമ്മുടെ എംപ്ലോയർക്കും അല്ലെങ്കിൽ നമ്മുടെ ബോസിനും നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന നമ്മുടെ സബോർഡിനേഴ്സിനും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സപ്പോർട്ടിങ് സ്റ്റാഫിനും, ഈവൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സ് ആയാലും ചേച്ചിമാരായാലും അവരെല്ലാ പേരും നമ്മളോട് വളരെയധികം നമ്മൾ അവരോട് വലിയ സ്നേഹവും അനുകമ്പയൊക്കെ ഉള്ളവരാണെങ്കിൽ, അവർക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ഒരു മനുഷ്യൻ വിജയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്തുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എത്രത്തോളം വിജയിക്കുക വെച്ചാൽ അവർക്ക് അവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ജോലിയിലൂടെ. നമ്മളൊരു ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബിസിനസ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. അവിടെയാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, യുവർ എബിലിറ്റി ടു ഡെലിവർ യുവർ ഡ്യൂട്ടീസ് ഓൺ ടൈം വിത്തൗട്ട് സൂപ്പർവിഷൻ ഓർ മിനിമം സൂപ്പർവിഷൻ. 2, യുവർ ഇന്നോവേറ്റീവ് സ്കിൽസ്. 3, യുവർ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇത് 3ആണ് ഒരു മനുഷ്യന് ബിസിനസ്സിൽ വിജയിക്കാനും വേണ്ടത്, കരിയറിൽ വിജയിക്കാനും വേണ്ടത്, ലൈഫിൽ വിജയിക്കാനും ഇത് തന്നെ വേണ്ടത്. ചേട്ടാ, അത് പറഞ്ഞോണ്ട് വേറൊരു ചോദ്യം. ഇപ്പം ഒരു കുട്ടി വളരെ യങ് ആയിരിക്കുന്ന പ്രായത്തിൽ തന്നെ മോഹൻലാലിന്റെയും മറ്റ് ആളുകളുടെ കഥ പറഞ്ഞുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. അപ്പൊ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവൻ എന്ത് ക്വാളിറ്റി അല്ലെങ്കിൽ അവൾക്ക് എന്ത് ക്വാളിറ്റി ആണ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് ടാലന്റ് ആണ് ഉള്ളത് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമോ, അതോ പാരന്റ്സ് ആയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം? അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതെങ്ങനെ വരുന്നതായിരിക്കും? അത് എങ്ങനെ വന്നാലായിരിക്കും ഏറ്റവും
ബ്ലൂമിംഗ് ആയിട്ട് വരുന്നത്? അതിനെപ്പറ്റി ചേട്ടൻ്റെ ഒരു ടേക്ക്. അത് ചില സ്കില്ലുകൾ വളരെയധികം ടാഞ്ചിബിൾ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ചിത്രം വരയ്ക്കുന്നു ഒരു കുട്ടിക്ക് എന്ന് വെച്ചാൽ അത് കുഞ്ഞിലെ മൂലം അത് വരയ്ക്കുന്നതിനകത്തുള്ള ഒരു കഴിവ് പ്രകടമായിട്ട് കാണിക്കും, കാണുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടി എന്ന് വെച്ചാൽ അതും വളരെ ടാഞ്ചിബിൾ സ്കില്ലാണ്. അതിന് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. അത് കുഞ്ഞിലെ മൂലം ഒരു പാട്ടൊക്കെ കേട്ടാൽ പാടുകയും അപ്പോൾ അത് പിന്നെ വളരെ നന്നായിട്ട് സ്പോർട്സിലൊക്കെ ഇടപെടുന്ന കുട്ടികൾ. അപ്പൊ ചില സ്കില്ലുകൾ വളരെയധികം കൊച്ചിലെ തന്നെ അത് റിവീൽ ആവപ്പെടും, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പലരുടെയും പല സ്കില്ലുകളും നമുക്കത് കണ്ടെത്താൻ വലിയ പാടാണ്. ഒരു ചൊല്ലുണ്ട്, ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ 4 തരത്തിലാണ്. ഒന്ന് ഓപ്പൺ യു എന്ന് പറയും. എനിക്ക് എന്നെ പറ്റി അറിയാം, മറ്റുള്ളവർക്കും അറിയാം, അതാണ് ഓപ്പൺ. ഞാൻ പ്രവീണാണെന്നും ഞാൻ കരിയർ ഗൈഡാണെന്നും ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുവെന്നും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇതായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് ചുറ്റുമുള്ളവർക്കും അറിയാം. അതാണ് ഞാനെന്ന ഓപ്പൺ. രണ്ടാമത്തത് ബ്ലൈൻഡ് യു എന്ന് പറയും. എനിക്ക് എന്നെ പറ്റി അറിയില്ല, പക്ഷെ നാട്ടുകാർക്ക് എന്നെ പറ്റി അറിയാം. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ നാട്ടുകാർക്ക് അങ്ങനെയല്ല ഉള്ളത്. അവരുടെ അഭിപ്രായത്തിൽ ഒരു പക്ഷെ എന്നെ പറ്റി ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ കാണാം. അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ഞാൻ മോശമാണെന്ന് ഞാൻ കരുതുന്നു, പക്ഷെ നാട്ടുകാർ അങ്ങനെ ആയിരിക്കത്തില്ല കരുതുന്നത്. അപ്പം അതാണ് ബ്ലൈൻഡ് സൈഡ്. ഇപ്പൊ നമ്മൾ പല ആൾക്കാരും ഈ അപകർഷതാബോധമൊക്കെ ഉള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന അതാണ്. അവർ വിചാരിക്കും നാട്ടുകാർ മൊത്തം അവരെ പറ്റി നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി നാട്ടുകാർക്ക് അവരെ പറ്റി അങ്ങനത്തെ ചിന്തയൊന്നും ആയിരിക്കത്തില്ല ഉള്ളത്. അതാണ് ബ്ലൈൻഡ് യു. പിന്നെ ഉള്ളത് ഹിഡൻ യു. നമുക്ക് മാത്രം അറിയാവുന്ന, മറ്റുള്ളവർക്കൊന്നും അറിയാത്ത ഒരു നമ്മളുണ്ട് നമ്മുടെ. അതാണ് ഹിഡൻ യു. പിന്നെ ഉള്ളത് അൺനോൺ യു. അൺനോൺ യു എന്ന് പറയുന്നത് എന്നെ പറ്റി എനിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. നിങ്ങളെപ്പറ്റി നിങ്ങൾക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. അപ്പൊ പലരും ഈ കരിയർ കൗൺസിലിംഗ് വരുന്ന സമയത്തൊക്കെ ഞാനൊക്കെ അനുഭവിക്കുന്ന ചലഞ്ച്, there is an unknown side of every human being. ആക്ച്വലി സ്പീക്കിംഗ്, ഇപ്പം ഒരു യൂണിവേഴ്സിന്റെ 10% മാത്രമേ നമുക്ക് അറിയാവൂ എന്ന് പറയും പോലെ ഒരു മനുഷ്യന്റെ പോലും ഒരു 10% പോലും പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്കും അറിയില്ല, ആർക്കും അറിയത്തില്ല. അപ്പൊ അവിടെ അത് അൺടാപ്ഡ് പൊട്ടൻഷ്യൽ ആണ് പലതും. അവിടെ നമ്മൾ അവിടെ ഞാനൊക്കെ പോകുന്നത് ഒരു ഹ്യൂമൻ എഫിഷ്യൻസി വെച്ചിട്ടാണ്. പല മനുഷ്യരും ജനറലിസ്റ്റുകളാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത്തരം കരിയറുകൾ, ഇപ്പം ഒരു ടെക്നോ കമേഴ്സ്യൽ, ചില വളരെയധികം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർക്ക് റിസർച്ച് മെന്റാലിറ്റി ഉള്ളവരാണ്. അവർക്ക് മെഡിക്കൽ സയൻസിനകത്തും അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനകത്തൊക്കെ റിസർച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് അത്യാവശ്യം ടെക്നോളജി ഒക്കെ പഠിക്കാൻ താല്പര്യമാണ്, പക്ഷെ അവർക്ക് മാനേജ്മെന്റ് ഒക്കെ ആയിരിക്കും താല്പര്യം. അപ്പൊ അവർക്ക് ടെക്നോ കമേഴ്സ്യൽ മാനേജേഴ്സ് ആവാൻ പറ്റും. ചില ആൾക്കാർ നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കും, പക്ഷെ ജോലി ചെയ്യാനൊന്നും മടിയുണ്ടായിരിക്കും ഉള്ളവരായിരിക്കും. പക്ഷെ അവർക്ക് നല്ല പഠിക്കുന്നത് കൊണ്ട് തന്നെ ജോലി കിട്ടും, പക്ഷെ അവർ ഒരുപാട് ധനസമ്പാദനത്തിനൊന്നും പോകത്തില്ല. കുറച്ച് കാശൊക്കെ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ബൈക്കോ സൈക്കിളോ ഒക്കെ എടുത്തിട്ട് ലോകം കാണാൻ വേണ്ടി പോകും. അപ്പം ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും ചില ചോദ്യത്തിനുള്ള ഉത്തരം ചോദിക്കുകയാണെങ്കിൽ ചില ക്വാളിറ്റീസ് വളരെ കുഞ്ഞിലേ തന്നെ വിസിബിൾ ആണ്. ചിലതൊക്കെ നമ്മുടെ അവസാനം വരെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് ക്വാളിറ്റീസ് നമുക്കുണ്ട്. പലതും ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നത് ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റും കുറച്ചധികം ഒരു സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷനും കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരു പരിധി വരെ. അത് നമ്മൾ 100% കണ്ടെത്തുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമൊക്കെ. ഈ കരിയർ കൗൺസിലിങ്ങിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് മോൻ ചോദിച്ചെങ്കിൽ അതിന് ഉത്തരം എന്ന് പറയുന്നത് 100% ഫുൾ പ്രൂഫ് അല്ല ഒന്നും. നമുക്ക് ചെയ്യാവുന്നത് ഒരാളിന് അയാൾക്ക് താല്പര്യമില്ലാത്ത കുറെ മേഖലകൾ കാണും, അതിനകത്തോട്ട് ഒരു താല്പര്യമില്ല. ഇപ്പൊ ഞാൻ എന്ന വ്യക്തിയെ പറ്റി പറഞ്ഞാല് ഈ ക്ലറിക്കൽ അഡ്മിനിസ്ട്രേഷൻ ജോലി ചെയ്യാൻ അങ്ങേയറ്റം മടിയുള്ള ആളാണ്. നേരെ മറിച്ച് വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ പണി, അപ്പൊ ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ ആവുകയാണെങ്കിൽ മിക്കവാറും കമ്പനി കൂട്ടേണ്ടി വരും, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഇതാണ് അതിന്റെ തിരിച്ചറിവ്. അത് അപ്പൊ അതേപോലെ ചില കുട്ടികൾക്ക് ചില മനുഷ്യർക്ക് തീരെ താല്പര്യമില്ലാത്ത ചില മേഖലകൾ കാണും. ആ മേഖലയിലോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരു എക്സാമ്പിളും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാള് എഞ്ചിനീയറിംഗ്, ഇപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ ബിടെക് പഠിക്കാൻ പോകുന്നു. ഈ ബിടെക് ഒക്കെ പഠിക്കാൻ പോകണമെങ്കിൽ ആ ആളിന് ഒരു സ്റ്റെം ഇന്റലിജൻസ് ഉണ്ടായിരിക്കണം. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന മേഖലയിൽ
അവർക്കൊരു ജെന്യുവിൻ ഇൻട്രസ്റ്റും ഒരു അഭിരുചിയും ഉണ്ടെങ്കിൽ മാത്രമേ അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോലെ ശോഭിക്കൂ. അതെങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ മാത്തമെറ്റിക്സിന് നല്ല മാർക്ക് കാണും. മാർക്ക് കാണുന്നതല്ല, മാത്തമെറ്റിക്സ് പഠിക്കാൻ നല്ല താല്പര്യം കാണും. ഇപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ച മാത്തമെറ്റിക്സും ജിയോമെട്രിയും ആൾജിബ്രയും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും പിന്നെ കാൽക്കുലസും ഒക്കെ അവർക്ക് നല്ല എളുപ്പമുള്ളവരാണ്. ഫിസിക്സും അവർക്ക് നല്ല എളുപ്പമൊക്കെ ആണെങ്കിലാണ് അങ്ങനത്തെ കുട്ടികൾ മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലും അവർ വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യും. പരീക്ഷയ്ക്ക് അവർക്ക് മാർക്ക് കിട്ടുകയ്ക്കാം മഗ്ഗപ്പ് ചെയ്ത് എഴുതിയിട്ട്, പക്ഷെ അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഒരു സ്കില്ലും ഇല്ലാത്ത മേഖലയാണ് മാത്സും സയൻസും എങ്കിൽ അങ്ങനെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോഴാണ് പലപ്പോഴും പരാജയമാവുന്നത്. പിന്നെ ഇപ്പൊ പൊതുവെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സീറ്റ് ഉള്ളതുകൊണ്ട് ആര് പോയാലും അഡ്മിഷൻ കിട്ടും. അങ്ങനെയുള്ളവർ അധികമായി എഞ്ചിനീയറിംഗ് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് എഞ്ചിനീയേഴ്സ് തൊഴിലാളികളായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. അപ്പം ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ടെത്താൻ എളുപ്പമാണ്, ടാഞ്ചിബിൾ ആണ്. ചിലത് കണ്ടെത്താൻ, ചില അഭിരുചികൾ കണ്ടെത്താൻ വലിയ പാടാണ്. അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ചേട്ടാ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു കുട്ടി ഇപ്പം ചേട്ടന്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ കുട്ടീനെ എങ്ങനെയായിരിക്കും ചേട്ടൻ ട്രീറ്റ് ചെയ്യുന്നത്? ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം ചില ആളുകൾ വരുമല്ലോ, ഈ എല്ലാവരും പോസിറ്റീവ് ഒന്നും ഇരിക്കത്തില്ലല്ലോ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ചിലരുടെ പെരുമാറ്റം വളരെ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ ചേട്ടൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് ആ ഒരു മെന്റൽ മോഡലാണ് അറിയേണ്ടത്. ഇല്ല, അതെ, മിക്കവാറും എന്നെ കാണാൻ വരുന്ന കുട്ടികൾ രണ്ട് തരം. ഒന്ന്, അവര് ഒരു കൺഫ്യൂഷൻ ഉള്ളവരായിരിക്കും, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്തവരായിരിക്കും. രണ്ട്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാര്യം അവരുടെ കേപ്പബിലിറ്റിയെക്കാളും മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെറുതെ ആഗ്രഹിക്കുന്നവർ. രണ്ടു തരം മനുഷ്യരേ ഉള്ളൂ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരും. അതിനകത്ത് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർ ഒരു പക്ഷെ അവര് IAS ആവണം അല്ലെങ്കിൽ MBBS ആവണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് മോഹിക്കുകയും അവർക്ക് അതിനുള്ള ഒരു അക്കാഡമിക് കേപ്പബിലിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർ വരാറുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ചിലപ്പോൾ ഞാൻ പിണങ്ങാറുണ്ട്. കാര്യം എൻ്റെ ഒരു രീതിക്കകത്ത് പിണങ്ങുക എന്ന് വെച്ചാൽ അങ്ങനത്തെ പിണക്കമല്ല. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കും. അത് 99% കുട്ടികൾക്ക് മനസ്സിലാവാറുണ്ട്. അപൂർവമായിട്ട് മനസ്സിലാവാത്ത കുട്ടികളുമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും സൈക്യാട്രിക് പ്രോബ്ലം കൂടി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വളരെയധികം വസ്തുനിഷ്ഠമായിട്ട് ഇപ്പം 10ാം ക്ലാസ്സിൽ ഒരു 50-55% മാർക്ക്, അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ 70% മാർക്കും, നീറ്റൊക്കെ പലതവണ എഴുതിയിട്ടും കിട്ടാതെ 100 മാർക്കൊക്കെ മാത്രം കിട്ടിയിട്ട് പിന്നെയും ഞാൻ ചില ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുമെന്നൊക്കെ പറയുന്ന ടൈപ്പ് കുട്ടികളൊക്കെ വരാറുണ്ട്. ഒരു അമിതമായ ആത്മവിശ്വാസം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അത്തരം കുട്ടികളെ പലപ്പോഴും അവർക്ക് കുറച്ച് സൈക്യാട്രിക് ആയിട്ടുള്ള അവർക്ക് ചില കൺസൾട്ടേഷൻസ് ഒക്കെ ആവശ്യം വരുന്നവരാണ്. അല്ലാതെ ഇപ്പൊ എന്നെ കാണാൻ വരുന്ന കുട്ടികൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാരും അത് വേറൊരു സത്യമുള്ളത്, ചില കുട്ടികള് ജന്മനാ തന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവർ വന്നാൽ എനിക്കുള്ള പണി എന്ന് വെച്ചാൽ ഏതൊക്കെ നല്ല കോളേജ് ഏതൊക്കെ ഉണ്ട്, ഏതൊക്കെ എക്സാമിനേഷൻ എഴുതണം, എങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ പണി കഴിയും. ചില കുട്ടികൾക്ക് എല്ലാത്തിനോടും താല്പര്യമുണ്ട്, ഒന്നിനോട് സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഇല്ല. അവരാണ് ഏറ്റവും അധികം കൺഫ്യൂസിങ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ജനറലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് എല്ലാത്തിനോടും താല്പര്യമുണ്ട്. വായിക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്, അത്യാവശ്യം പടം വരയ്ക്കാം, ആൾക്കാരോട് സംസാരിക്കുന്ന ഇഷ്ടമാണ്, പഠിക്കാൻ ഇഷ്ടമാണ്, അല്ലേ? അപ്പൊ അത്തരം ആൾക്കാരാണ് ഒരു പക്ഷെ ഞാൻ അവരെ സജസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിത്ത് MBA ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു ടെക്നോ കമേഴ്സ്യൽ സ്കിൽ സെറ്റ് ഒക്കെ ഉയർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിലത് നമുക്ക് വളരെയധികം എളുപ്പമാണ്. അപ്പൊ പൊതുവെ ഒരു പെർട്ടിക്കുലർ അഭിരുചി കാണിക്കുകയും അത് തന്നെ ആവണം. പിന്നെ പലരും ഗ്രാജുവേഷൻ കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർക്കൊരു താല്പര്യമില്ലാത്ത മേഖലയാണത്. ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ടത്, ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ ഒരു കുട്ടി എന്നെ കാണാൻ വന്നു. വളരെ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങിയ ആളാണ്. പക്ഷെ ആൾ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സാർ ഐ ഡോണ്ട് വോണ്ട് ബി എ ഡോക്ടർ, ഞാൻ MBBS ആവുന്നുണ്ട്, എനിക്ക് ഒരു ഡോക്ടർ ആവണ്ട. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വളരെ നല്ല മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ഒക്കെ ഉള്ള കുട്ടിയാണ്. ഇപ്പോൾ ലീനിയർ ആൾജിബ്രയും കാൽക്കുലസും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഡേറ്റാ സയൻസ് എന്നൊക്കെ പറയുന്ന മേഖല ഇപ്പോൾ വളരെ വലുതാണ്. അപ്പൊ അയാൾക്ക് കമ്പ്യൂട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ അത് ഞാൻ അഡ്വൈസ് ചെയ്തു. അപ്പം ഒരുപക്ഷെ ഡോക്ടറെക്കാളും കൂടുതലായിട്ട് അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വരെ കൊടുക്കുന്നുണ്ട് ഈ ഹെൽത്ത് ഡേറ്റാ സയൻസ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം. അവിടെ വരെ പോയി പഠിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള കുട്ടിയായിരുന്നു അത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പം പബ്ലിക് ഹെൽത്തിലായിരിക്കും താല്പര്യമുള്ളത്. ഇപ്പം ഡോക്ടർ MBBS കഴിഞ്ഞിട്ട്, ഞാൻ അത് വളരെ ഇതായോണ്ടാണ് പറയുന്നത്, MBBS കഴിഞ്ഞിട്ട് MBAക്ക് പോയ കുട്ടികൾ എനിക്ക് ഒരുപാട് പേരെ അറിയാം. അപ്പോൾ കഴിഞ്ഞിട്ട് MBAക്ക് പോയി പക്ഷെ എന്നിട്ട് അവർ ഡേറ്റാ സയൻസ് ഒക്കെ പഠിച്ച് അവർക്ക് അത് പഠിക്കണം. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ MBBS ആസ് എ ഗ്രാജുവേഷൻ അങ്ങനെ എടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് കാര്യം. ഇപ്പൊ MBBS കഴിഞ്ഞിട്ട് ആണല്ലോ ഇപ്പോൾ ദിവ്യ എസ് അയ്യരും അല്ലെങ്കിൽ വെങ്കട്ടരാമനും ശ്രീറാം വെങ്കട്ടരാമനും ഒക്കെ സിവിൽ സർവീസ് എഴുതാൻ പോയത് അല്ലേ. അപ്പോൾ അത് അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. അപ്പൊ അതേപോലെ MBBS കഴിഞ്ഞ് IIM പോകുന്നപ്പോൾ ഞങ്ങൾ പണ്ട് ചെന്നൈയിൽ ക്യാറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാ വർഷവും മിനിമം ഒരു 2 ഡോക്ടേഴ്സെങ്കിലും ക്യാറ്റ് എഴുതി IIM XLR ഒക്കെ കോള് വാങ്ങിയിട്ട് വരാറുണ്ട് അവർ. അപ്പൊ അവര് ഒരു പക്ഷേ നാളെ WHO ഒക്കെ മുകളിലെത്തും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിൽ പോകും, ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആവും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഹെൽത്ത് പോർട്ടൽസ് തുടങ്ങും സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ദേ വിൽ ഡു സം റിസർച്ച് ഇൻ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യും. എന്ത് ജോലിയും യു ക്യാൻ ടേക്ക് എന്ത് കോഴ്സും യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഗ്രാജുവേഷൻ, അല്ലെങ്കിൽ അതിനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാ പേരും ഒരു 17 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മളൊരു ഗ്രാജുവേഷനെ പറ്റി ചിന്തിക്കുന്നത്. അത് പലപ്പോഴും ഒരു 100% ഒരു പക്ക ഡിസിഷൻ ഒന്നും ആവണമെന്നില്ല. മനസ്സിലായില്ലേ? അതിപ്പം അത് വെച്ചിട്ട് എനിക്ക് വേറൊരു കാര്യം എന്താ വെച്ചാല്, ഇപ്പം എന്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്ന അച്ഛൻ ഈ ടൈൽസിന്റെ ഒക്കെ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പണ്ട് മുതലേ എന്നെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് ഡോക്ടർ ആവണം, MBBS പഠിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ഇവര് നമ്മളൊരു കുട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ വേണ്ടത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വരാനായിട്ട് പൊതുവെ എനിക്ക് കുറച്ചധികം സമയം എടുത്തു. പക്ഷെ എന്നാ പോലും ഇവര് തന്നെ നീ ഇങ്ങനെ ആവണം എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് അത് ഇപ്പം ബയോളജി എന്നൊക്കെ പറയുന്നത് എനിക്ക് ചില ടേംസ് ഒക്കെ ഇങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പിന്നെ ശ്രമിക്കാറുമില്ല. എന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ വാക്ക് പിന്നെ തിരിച്ച് റീകളക്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ബയോളജി എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം മറ്റേ സയന്റിഫിക്കൽ ടേംസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്കത് ശരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് മാത്സ് അങ്ങനെ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ പഠിക്കാതെ പോയിരുന്ന് എഴുതിയാലും എനിക്ക് ആ ഒരു ലോജിക് അറിയാന്നുള്ളത് കൊണ്ട് എനിക്ക് അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ബയോളജി എന്ന് പറയും, പക്ഷെ എന്നാ പോലും എന്റെ വീട്ടിൽ നിന്ന് പണ്ട് മുതലേ ഡോക്ടർ ആവുക എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രഷർ ആണെന്ന് പിന്നെയാണ് മനസ്സിലായത്. പക്ഷെ എന്നാ പോലും അപ്പൊ ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ ഞാൻ ഇനി ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് എന്റെ ഫ്യൂച്ചർ ഒരു അംബിഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ള, ഇപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് പേര് കാണും. ചിലപ്പം അവർക്ക് വേറെന്തെങ്കിലും ഒക്കെ ആയിരിക്കും, അവർ പാഷൻ ആവാനായിട്ടൊന്നും വേറൊന്നും അവർ ചിന്തിക്കുന്നൊന്നും ഇല്ലല്ലോ. ചിലപ്പോ അവർക്ക് കുറച്ചും കൂടെ കേപ്പബിലിറ്റി വേറൊരു കാര്യം ചെയ്യാനായിരിക്കും. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മള് എങ്ങനെയായിരിക്കും ഇതിനെ ഡീൽ ചെയ്യേണ്ടത്? അല്ല, അത് കുട്ടികളെ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാല് അത് ചില വീടുകളിൽ ഞാൻ വിളിക്കുന്നത് ടോക്സിക് പാരന്റിങ് എന്ന് പറയാം ചില വീടുകളിൽ. അപ്പം അതിപ്പോ അജണ്ട ഒന്നും വീട്ടിൽ അത്ര പ്രശ്നം ഉണ്ടായാലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത വളരെയധികം സമൂഹത്തിൽ വിലയും നിലയുമുള്ള മനുഷ്യരെ എനിക്കറിയാം, പേര് പറയാൻ പറ്റത്തില്ല. അതായത് മകൾ MBBS അല്ലെങ്കിൽ IAS ഇത് രണ്ടുമായില്ലെങ്കിൽ അവൾ ഗുഡ് ഫോർ നത്തിങ് ആണെന്ന് ചിന്തിക്കുന്ന പാരൻസിനെ എനിക്കറിയാം. ആ പാരൻസ് സമൂഹത്തിൽ വളരെയധികം അറിയപ്പെടുന്നവരും ഒക്കെയാണ്. അവർ വളരെയധികം വെളുക്കെ ചിരിക്കുകയും നാട്ടുകാരോട് വളരെ മാന്യമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ മാന്യന്മാരായിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ്. പക്ഷെ സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലുതാക്കി കാണിച്ച് അതിലും പേരും പെരുമയും നേടാൻ ശ്രമിക്കുന്ന വെരി ടോക്സിക് ആയിട്ടുള്ള പാരൻസിനെ എനിക്കറിയാം. അത് പിന്നെ അതൊരു വിഭാഗം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പണ്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരിക്കൽ. അതൊരു ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ മോളെ വിളിച്ചത്, സാറേ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലും 65-70% മാർക്കൊക്കെ ഉള്ളൂ. ഉമ്മയും ബാപ്പയൊക്കെ അവിടെയാണ്, സൗദിയിലാണ്. NS അഫയറിൽ പോയിട്ട് ഇങ്ങനെ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു.
എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നു. എന്നെ കൊണ്ട് പറ്റില്ല, അതെനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഇങ്ങനെ. അപ്പൊ ഞാൻ ആകെപ്പാട് ഇതായിട്ട് നിൽക്കാരെന്ന് വെച്ചാൽ ഒരു കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങാനൊക്കെ റെഡിയാ. ഉമ്മയുടെ സ്വപ്നമാണ് ഞാൻ ഡോക്ടർ ആവാന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ആ ഫോൺ കുറിച്ച് ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ എനിക്കകത്ത് അവരെ പാരന്റ്സിനെ കാണാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത്. അയ്യോ ഉമ്മ വരുന്നതെന്ന് വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ആ കുട്ടി കട്ട് ചെയ്തിട്ട് ഓടിപ്പോയെന്ന് ചോദിച്ചു. ഞാൻ സത്യത്തിൽ ഭയന്നു. കാര്യം അത്രയും ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫാമിലീസിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പാരന്റ്സ്. ഈ ഒരു ഇത്തരം അനാവശ്യമായിട്ടുള്ള അവരുടെ ചില എന്തിനാണെന്ന് അറിയത്തില്ല, അതൊരു മനോരോഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു കുട്ടി MBBS ആയേ പറ്റൂ, അത് വീട്ടുകാരെ കൊണ്ട് പറ്റാത്തത് മക്കളെ വെച്ചിട്ട് അതാ പറഞ്ഞു, അതൊരു ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലായ്മ. അല്ലെങ്കിൽ കാര്യം അവരുടെ ജീവിതം കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവത്തില്ല, അവർ പിള്ളേരെ മര്യാദയ്ക്ക് ജീവിക്കാനും സമ്മതിക്കത്തില്ല. അങ്ങനത്തെ ടോക്സിക് പാരന്റിങ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും പാരന്റ്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേരാണത്, യുവർ എ ടോക്സിക് പാരന്റ്. നിങ്ങൾ കാരണം നിങ്ങളുടെ കുട്ടി നിങ്ങൾ ജന്മം കൊടുത്തു എന്ന് വെച്ചിട്ട് ആ കുഞ്ഞിനെ നിങ്ങൾ കൊല ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര തെറ്റാണ്. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒത്തിരി ഇമോഷണൽ ആയിട്ട് അത് പറയണത്. കാര്യം ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. ഒരു കുഞ്ഞിനെ ഡോക്ടറാക്കിയോ അടങ്ങുമോ അല്ലെങ്കിൽ IAS ആക്കിയോ അടങ്ങുമോ എന്നൊക്കെ വാശി പിടിക്കുന്ന എല്ലാ പേരൻസും ഒന്നുമില്ല, ഒരു ചെറിയ ശതമാനം എപ്പോഴും ഉണ്ട്. അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഒരു നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിക്കൂ. അത് നിങ്ങൾക്കും നല്ലതാണ്, നിങ്ങളുടെ കുട്ടികൾക്കും നല്ലതാണ് കേട്ടോ. കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിച്ച് കുട്ടികളെ അതല്ല, അത്യാവശ്യം ഡിസിപ്ലിനും നിർബന്ധമൊക്കെ ഒരു പരിധി വരെ വേണം. അല്ലാതെ കുട്ടികളുടെ ഇഷ്ടത്തിന് വിടണമെന്നല്ല ഞാൻ പറയണത്. ഇപ്പം കുട്ടികളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമുണ്ട്. നമുക്ക് ചില സജഷൻസ് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നീ ഇന്നതേ ആകാവൂ, അതായില്ലെങ്കിൽ നീ ഒരു മനുഷ്യജീവിയല്ല എന്ന രീതിയിലൊക്കെ ഉള്ള സംസാരം വളരെയധികം തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കാര്യം എന്ന് വെച്ചാൽ അത് ഈ സമൂഹത്തിലുണ്ട്, അത് മാറത്തുമില്ല. അതിങ്ങനെ എന്നെ കാണും ഇപ്പോഴും എനിക്കറിയാം. ലക്ഷക്കണക്കിന് രൂപ MBBS എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാരെ, മനസ്സിലാവുന്നുണ്ട്, പറ്റിക്കുന്നുണ്ട്. ഇപ്പം ഒരിക്കലും എനിക്കൊരു അമ്മയുടെ ഫോൺ വന്നതാണ്. ട്രിവാൻഡ്രത്തെങ്ങാണ്ട് ഏതോ ഒരു വലിയ ബിൽഡിങ്ങിനകത്ത് ആരോ വന്നൊരു ഓഫീസ് തുറന്നു. നല്ല കോട്ടൊക്കെ ഇട്ടിരുന്ന് കർണാടകയിലെ ഏതോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറെ പൈസ വാങ്ങി. അവസാനം ഈ പിള്ളേരെല്ലാരും കൂടെ പാരന്റ്സിനെയൊക്കെ ഗ്രാൻഡ് പാരന്റ്സിന്റെ എന്നൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി ഇവരെ പാരന്റ്സ് കൊണ്ട് അവരെ പോയി 3-4 കുട്ടികളുണ്ടായിരുന്നു, പെൺകുട്ടികൾ. അവിടെ പോയി ഫീസ് അടയ്ക്കേണ്ട കാശും കൂടി വാങ്ങിയിട്ട് അകത്ത് കയറിയവന് പിന്നെ കണ്ടതേ ഇല്ല. അവൻ ബാക്ക് ഗേറ്റ് വഴി പോയി. ഇവർക്ക് ഒരാള്, ഞാൻ 10-15 ലക്ഷം രൂപ വെച്ച ഒരാളിന് പോയത് മാത്രമല്ല, MBBS പഠിക്കാൻ പോകണമെന്ന് വെച്ചിട്ട് പോയ കുട്ടികള് അതിന് അഡ്മിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാരും സൈക്യാട്രിക് ട്രീറ്റ്മെന്റിനായി. അപ്പൊ എന്നെ അവർ വിളിച്ചത്, സാറേ എവിടെ നിന്നെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ വഴിയുണ്ട്. അപ്പൊ എനിക്ക് ആ പണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇത് സംഭവിച്ചതാണ്. പിന്നെ എന്റെ കൂടെ പണ്ട് MSQL ജോലി ചെയ്തിരുന്ന ഒരു പയ്യന്റെ ഫോട്ടോ ഒരു ദിവസം പത്രത്തിൽ കണ്ടു. ഞാൻ എന്റെ പേര് പറയണില്ല, പത്രത്തിൽ കണ്ടു. അവൻ കണിയാപുരത്തുള്ള ഏതോ ഒരു 3-4 അമ്മമാരെ നിന്ന് 10 ലക്ഷം രൂപ വെച്ച് വാങ്ങിയിട്ട് MBBS അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മുങ്ങി. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. വളരെ ഭ്രാന്തമായിട്ട് പൊട്ടന്മാരെ പോലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കാശ് വാരി ചെലവാക്കുന്നുണ്ട് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി. പിന്നെ അതിനേക്കാളിപ്പോ ഏറ്റവും വലിയ പുതിയ കോമഡി എന്ന് പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലും റഷ്യയിലും ചൈനയിലും ഒക്കെ MBBS പഠിക്കാൻ പോകുന്നവരാണ്. ആൾക്കാർ പറയുന്നത് ഇത് ഇന്ത്യ പോലെ അല്ലല്ലോ, നമ്മൾ യൂറോപ്പിലല്ലേ പഠിക്കുന്നതെന്നൊക്കെ പറയുന്നത്. ഒരു വളരെ വലിയ സത്യം പറയാം, യൂറോപ്പിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഡോക്ടറായത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ എൻ്റെ അനുഭവത്തിലില്ല. കാര്യം എന്ന് വെച്ചാൽ പൊതുവെ അവരാരും ഇവിടെ വന്നിട്ട് ഫോറിൻ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്നൊരു എക്സാമിനേഷൻ ഉണ്ട്. ഫോറിൻ ഗ്രാജുവേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അത് നീറ്റിനെക്കാളും പാടാണത്. അതൊന്നും എഴുതി ആരും പാസ്സായിട്ട് അതിന്റെ 15% ഒക്കെ ഉണ്ട് അതിന്റെ പാസ് പെർസെന്റേജ് എന്നൊക്കെയാണ് പറയണത്. പക്ഷെ അതുപോലും എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം തെറ്റായിട്ടുള്ള പ്രവണതകളാണ്. ഇതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല കേട്ടോ. ഒരു നല്ല വെറുതെ കാശും കളയും. ഓക്കെ, വിദേശത്ത് പഠിക്കാൻ പോകുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അത് MBBS തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നതിനകത്താണ് പ്രശ്നം. ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ വീട്ടുകാരെന്ന് പറയുമ്പോ ഇപ്പം എനിക്കിപ്പോ 25 ആയി.
കുറച്ച് കഴിയുമ്പം എനിക്കും ഈ പറയുന്ന തരത്തിലുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ വളർന്നു വന്നിട്ടുണ്ടാവുക. ചിലപ്പം അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കത്തില്ലേ അവരെടുക്കുന്ന പല തീരുമാനങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ഫ്യൂച്ചർ പാരന്റ്സ് ആവാൻ പോകുന്ന ആളുകളോട് ചേട്ടൻ എങ്ങനെ പാരന്റിങ്ങിനായിട്ട് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് പാരന്റ് ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂച്ചർ പാരന്റും ഇപ്പൊ അജിൻ പറഞ്ഞൊരു പോയിന്റ് വളരെ നല്ലതാ. ഒരു മനുഷ്യൻ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവര് പഠിക്കാനൊന്നും നന്നായിട്ട് പറ്റിയില്ല. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഡോക്ടറെ കണ്ടു, അല്ലെങ്കിൽ എഞ്ചിനീയറെ കണ്ടു, അല്ലെങ്കിൽ IAS ഓഫീസറെ കണ്ടു. അപ്പൊ ആ മനുഷ്യന്റെ മനസ്സിനൊരു ആഗ്രഹം തോന്നുന്നു, എനിക്ക് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നു. അതൊരു തെറ്റല്ല. പക്ഷെ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാല് ഒരു 25% 20% കുട്ടികൾക്ക് അതിനുള്ള കപ്പബിലിറ്റി ഉണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും ഒരു 20-25% കുട്ടികൾ വളരെയധികം വലിയ മാനേജ്മെന്റ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ, വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ അവരെന്ത് ചെയ്യും, ഒരു സെൽഫ് മാനേജ്ഡ് ആയിക്കൊള്ളും. അവര് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അടുത്തൊരു 25% കുട്ടികൾ നമ്മളൊരു ചെറിയ പുഷ് കൊടുത്താൽ അവർ ശരിയാവും. പിന്നെ അടുത്ത് വരുന്ന 25% എന്ന് പറയുന്നത് നല്ലോണം നമ്മൾ കിടന്ന് പുഷ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അവസാനത്തെ 25% എന്ന് വെച്ചാൽ ചിലപ്പം ഗവൺമെന്റ് വരെ ഇടപെടേണ്ടി വരും. ഇങ്ങനത്തെ പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്, 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാല്. അപ്പൊ അതിനകത്ത് പാരന്റിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അസേർട്ടീവ് ആയിട്ടുള്ള ഒരു ജോബാണ്. പാരന്റിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പാരന്റ്സ് എന്ന് വിചാരിക്കുന്നത് കുട്ടികളുടെ ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാം. പക്ഷെ അവിടെയൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവില്ല എന്ന് ഒരു പക്ഷെ നമ്മളെ അനുഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പാസീവ് പാരന്റിങ് ഒരിക്കലും നല്ലതല്ല. നമുക്ക് വേണ്ടത് ഒരു അസേർട്ടീവ് പാരന്റിങ് ആണ്. അസേർട്ടീവ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം, പക്ഷെ നമ്മൾ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കണം. യു ഹാവ് ടു ബി ഫ്രണ്ട്ലി ആൻഡ് വെരി ഫേം, സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നതല്ല, കുട്ടികളെ ആഗ്രഹങ്ങൾ നമ്മളെടുത്തും അടിച്ചേൽപ്പിക്കുന്നതല്ല. ഇതിന്റെ നടുക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായി നിയമപരമായി പോകുന്നൊരു പാരന്റിങ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. രണ്ടിടത്തും വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, നമ്മൾ സയന്റിഫിക് ആയിരിക്കണം. അല്ലാതെ നമ്മുടെ പാരന്റിങ് ഡിസിഷൻസ് എല്ലാം ഇന്റലിജന്റ് ആയിരിക്കണം, ഇമോഷണൽ ആവരുത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കുട്ടി, ചില കുട്ടികളെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ട് പാടുപെടേണ്ടി വരും. ചില കുട്ടികൾക്ക് നമ്മൾ നിയന്ത്രിക്കേണ്ട ആവശ്യമേ വരില്ല. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മുടെ ട്രീറ്റ്മെന്റ്. അവിടെയാണ് പലപ്പോഴും പാരന്റ്സ് പരാജയപ്പെടുന്നത്. കുട്ടികൾ വളരെ ടോക്സിക് ആയിരിക്കും, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇവര് തളരും, പിന്നെ എന്തോ ആയിക്കൊണ്ടോട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വിടും. അതും മക്കളെ ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് എന്റെ സംഗതി. അപ്പൊ ഇത് നമ്മളിതിന്റെ നടുക്ക് നിന്ന് കളിക്കണം. ചില സമയത്ത് പാരന്റിങ് ഈസ് എ വെരി വെരി ടഫ് ജോബ്, ദർ ഇസ് നോ ഡൗട്ട്. ചിലർക്ക് പാരന്റിങ് എന്താണെന്ന് തന്നെ അറിയില്ലായിരുന്നു, അവർക്ക് അതിന്റെ ആവശ്യമേ വന്നിട്ടില്ല. അവർക്ക് ഇത്തിരി ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്താൽ മതി, ഈ കൊച്ചെന്തായാലും നന്നായിട്ട് വളർന്നോളൂ. അതിന് ആഡ് ഓൺ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം പൊതുവെ നമ്മള് ഇപ്പം ഡോക്ടർ ആവുന്നതാണെങ്കിലും എഞ്ചിനീയർ ആവുന്നതാണെങ്കിലും പൊളിറ്റീഷ്യൻ ആണെങ്കിലും ഇപ്പൊ ബിസിനസ്, ഇപ്പം ഓൺട്രപ്രനോർഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പൊതുവെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി. അല്ലാതെ ലൈഫിൽ ചേട്ടന്റെ ഒരു ഐഡിയ പ്രകാരം അങ്ങനെ വലിയ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാൻഡ് പർപ്പസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 100% നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള ഒരുപാട് സർവ്വചരാചരങ്ങളെയും പോലെ ഒരു ജന്തുവാണ് ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. അപ്പോ ഏതൊരു ജന്തുവിനും ഇവിടെ ആവശ്യം എന്ന് വെച്ചാൽ സഫിഷ്യന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനാകെ വേണ്ടുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ. അത് നല്ല പറ്റുമെങ്കിൽ അവന് നേടാൻ പറ്റുന്ന, അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ മനുഷ്യൻ 3 കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുള്ളൂ. നല്ല ഫിസിക്കൽ ഹെൽത്ത് വേണം, മെന്റൽ ഹെൽത്ത് വേണം, പിന്നെ ഫൈനാൻഷ്യൽ ഹെൽത്ത് വേണം. ഇത് 3 ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിൽ മെന്റൽ ഹെൽത്ത് ഉള്ള ആളെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയുന്ന ആൾ എന്നാണ് എൻ്റെ അർത്ഥം. അതാണല്ലോ മെന്റൽ ഹെൽത്ത്. അപ്പോൾ ഒരാൾ നല്ല ആരോഗ്യവാനായിരിക്കുന്നു, മെന്റൽ ഹെൽത്ത് ഉള്ള ആളാണ്, അയാളിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ
he is going to be a gift to the society. അങ്ങനത്തെ മനുഷ്യരാണ് ഈ സൊസൈറ്റിയിൽ ഗിഫ്റ്റ് ആവുന്നത്. കാര്യം അവരെ കൊണ്ട് മറ്റാർക്കും ഒരു ശല്യം ഉണ്ടാവത്തില്ല. നേരെ മറിച്ച് അവർ വളരെയധികം സന്തോഷമുള്ളവരും ആരോഗ്യമുള്ളവരും സമ്പത്തുള്ളവരും ആയതുകൊണ്ട് അവരിവിടെ ചെലവാക്കിയും സന്തോഷമായിട്ടും ജീവിക്കുമ്പോൾ അത് സഹജീവികൾക്കും ജീവിക്കാനുള്ള മാർഗമായി മാറും. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ആൻഡ് വെൽത്തി ആൻഡ് ഹാപ്പി സൊസൈറ്റിയാണ്. അത് മാത്രമാണ്. അപ്പൊ അതിനകത്ത് ചില ആൾക്കാർ വളരെയധികം വലിയ മിടുക്കന്മാരായിട്ട് കുറച്ചുകൂടി ഉന്നത ഉദ്യോഗം നേടിയെന്നിരിക്കും. ഈ ഉന്നത ഉദ്യോഗം നേടുന്നവരെല്ലാവരും സൊസൈറ്റിക്ക് വേണ്ടി സംഭാവന ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഉന്നത തലത്തിരിക്കുന്ന ഒരു സൊസൈറ്റിയെ ലൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ അധികം കാണുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഒരു വലിയ വിഭാഗം അങ്ങനെയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സമൂഹത്തിന് നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ആരോഗ്യമുള്ള, മാനസികാരോഗ്യമുള്ള, സാമ്പത്തിക ശേഷിയുള്ള, സന്തോഷമുള്ള മനുഷ്യരായിരുന്നാൽ അതാണ് നമുക്ക് സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മള് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സെന്റൻസ് ഇല്ലേ, അതിനെ വെച്ചിട്ട് ചേട്ടൻ ഹാപ്പിനെസ്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അത് കറക്റ്റ്, ആ ഒരു സെന്റൻസ് കറക്റ്റ് ആയിരുന്നു. ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ക്വാളിറ്റി ഓഫ് ഇമോഷൻസ്. ഇപ്പൊ ഞാനെന്ന മനുഷ്യൻ എൻ്റെ ലൈഫ് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണമെങ്കിൽ ഞാൻ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ അത്രയും ഞാൻ എന്തുമാത്രം പ്ലസന്റ് ഇമോഷൻസുമായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. എല്ലായ്പ്പോഴും ഞാൻ ഭയങ്കര മെലങ്കോളിക് മൈൻഡ് സെറ്റിലാണ്, ടോക്സിക് ഇമോഷൻസുമായിട്ടാണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഞാൻ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ഹ്യൂമൻ ബർത്ത് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എക്സാമ്പിൾ പറഞ്ഞാല്, ഞാൻ ഒരു പക്ഷേ 7 കോഴ്സ് ഡിന്നർ കഴിച്ച് 7 സ്റ്റാർ ഹോട്ടലിൽ 3 സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളി ഒരു വിജയിയല്ല. നേരെ മറിച്ച് അന്നുള്ള ജോലി ചെയ്തു, കിട്ടുന്ന വരുമാനത്തിൽ സ്വന്തമായിട്ട് അല്ലേ, വേണമെങ്കിൽ 2 സ്മോൾ വോക്ക് അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് ഫാമിലിക്കകത്ത് ചിരിച്ചും കളിച്ചും ഒക്കെ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണെന്ന് വെച്ചാൽ അയാൾ വീണ്ടും വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അയാളായിരിക്കും ഒരു പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ സന്തോഷമാണെന്ന്. മറ്റേ ആളൊന്നും അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ സന്തോഷത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കുരങ്ങനാണോ ഹാപ്പി, കരടിയാണോ ഹാപ്പി എന്ന് ചോദിക്കുമ്പോൾ അല്ലെ, സിംഹമാണോ ഹാപ്പി എന്ന് വെച്ചാൽ കുരങ്ങന്റെ ലൈഫ് കുരങ്ങനുള്ളതാണ്, സിംഹത്തിന്റെ ലൈഫ് സിംഹത്തിനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ മനുഷ്യർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, അതനുസരിച്ചിട്ടാണ് അവരവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സെറ്റ് ചെയ്യുന്നത്. സിംപ്ലി സ്പീക്കിംഗ്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നോ വാട്ട് യു വാണ്ട് ആൻഡ് ഗെറ്റ് ഇറ്റ്, then you will be happy. Know what you want and get it. ഒരു കള്ളനപ്പം എന്തായിരിക്കും വേണ്ടത്? നല്ലൊരു മോഷണം ഒത്താൽ അവൻ എന്താവും? ഹാപ്പി ആവും. നേരെ മറിച്ച് ഒരു മര്യാദക്കാരൻ ഒരു പക്ഷെ നല്ലൊരു ജോലി കിട്ടുക എന്താവും? ഹാപ്പി ആവും. അപ്പൊ അതിന് ഡെഫിനിഷൻ ഇല്ല. ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ പേഴ്സണാലിറ്റി. യുവർ ഹാപ്പിനെസ് ഡെഫിനിഷൻ വിൽ ഡിഫർ. അത്രേ ഉള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. ഇത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ചേട്ടൻ ഈ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും നമ്മുടെ മഹാഭാരതം വെച്ചിട്ട് കുറെ കമ്പാരിസൺ ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കൃഷ്ണൻ അർജുനനോട് ഈ നമ്മുടെ യുദ്ധത്തിനിടയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമല്ലോ, ലൈഫിനെ പറ്റിയും യുദ്ധത്തിനെ പറ്റിയൊക്കെ. അതിന് ചേട്ടൻ കൊടുക്കുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ വീഡിയോയിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അതെന്താണ് ആ കഥ? ഒരാളുടെ ലൈഫിൽ അതുകൊണ്ട് എന്തൊരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ അത് പഠിച്ചിരുന്നാൽ, അല്ലെങ്കിൽ അത് അറിഞ്ഞിരുന്നാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊരു പാഠം ഞാൻ അതിൽ നിന്ന് പഠിച്ചു. അപ്പൊ ചേട്ടൻ അത് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതെങ്ങനെയാണോ ഉൾക്കൊള്ളാലോ. ഗീത എന്ന് പറഞ്ഞാല് നീ ഗീതയാവുക അല്ലെങ്കിൽ ഞാൻ ഗീതയാവുക എന്നുള്ള, ഗീതയും ഞാനും രണ്ടല്ല. ഗീത എന്ന് വെച്ചാൽ നമ്മുടെ ഭഗവത്ഗീതയിലെ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഒരു വ്യക്തിത്വമാണ്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്. എന്റെ ഉള്ളിൽ കൃഷ്ണനും ഉണ്ട്, അർജുനനും ഉണ്ട്, ശകുനിയും ഉണ്ട്, ധൃതരാഷ്ട്രനും ഉണ്ട്, ഇല്ലേ, ദുര്യോധനനും ഉണ്ട്, ഭീമസേനനും യുധിഷ്ഠിരനും നകുലനും സഹദേവനും ഒക്കെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തിനെയൊക്കെയാണ് നമ്മൾ പരിപോഷിപ്പിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതം എന്താവും, മാറും. അപ്പൊ ഇതിങ്ങനെ പറയുന്നത്, ഇപ്പം കൃഷ്ണനാവുക എന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ എന്ന് വെച്ചാൽ എൻ്റെ പരമമായ ബോധത്തിന്റെ പേരിനെയാണ് കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ച് കൃഷ്ണസങ്കല്പം, ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് പറയുന്നത് എൻ്റെ ബോധമാണ്, എൻ്റെ അറിവാണ്, ഇല്ലേ.
ആ ബോധത്തിനെ നമുക്ക് പരമാത്മാവെന്നോ പരിശുദ്ധാത്മാവെന്നോ പടച്ചോനെന്നോ വിളിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മളിലുള്ള ദൈവീകത ഉണരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉണരുക എന്ന് പറയുന്നതാണ്. അറിവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അഹങ്കാരം കുറയും, ഇല്ലേ, സന്തോഷം കൂടും. അതാണ് അറിവെന്ന് പറയുന്നത്. അഹങ്കാരം കുറയും, സന്തോഷം കൂടും, ഭയം കുറയും. എക്സാമ്പിൾ, ഇപ്പം ഒരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ പാമ്പിനെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. നേരെ കുറിച്ച് വാവാ സുരേഷ് ഭയക്കില്ലല്ലോ, കാര്യം പുള്ളിക്ക് അറിയാം അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. വെള്ളത്തിൽ വീണാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? നമുക്ക് നീന്താൻ അറിയാത്തത് കൊണ്ടാണ്. നന്നായി നീന്താൻ അറിയുന്ന ഒരാളാണെങ്കിൽ ഏത് വെള്ളത്തിൽ വീണാലും ഒരു പക്ഷേ അയാൾ എന്ത് ചെയ്യും? നമ്മൾ ഭയക്കുന്നത് പോലെ ഭയക്കത്തില്ല, അയാൾ നീന്തി ഒന്ന് ശ്രമിച്ചെങ്കിലും നോക്കും. അപ്പോൾ ഭയം എന്ന് പറയുന്നത് ആണ്, ഭയം ഇല്ലാതാവണമെങ്കിൽ, നിർഭയനാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഉള്ളില് അറിവ് കൂടണം. എന്ന് വെച്ചാൽ ഈശ്വരൻ ഉണരണം, ബുദ്ധി ശരിയാവണം. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. അതാണ് ആദ്യം പഠിച്ചത്. പിന്നെ ഈ മഹാഭാരത യുദ്ധം മൊത്തം തുടങ്ങുന്നത് സ്വാർത്ഥതയിൽ നിന്നാണ്. സ്വാർത്ഥതയെ കാണിക്കുന്നത് അന്ധനായ കാണിക്കുന്നത് ധൃതരാഷ്ട്രർ. ഇല്ല, സ്വാർത്ഥത എന്ന് വെച്ചാല് അന്ധതയുടെ ഒരു ആൾ രൂപമാണ് ധൃതരാഷ്ട്രർ. അന്ധതയാണ് സ്വാർത്ഥത എന്ന് വെച്ചാല്. അപ്പം ഗീത തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമകാവ പാണ്ഡവ ചൈവ കിമകുർവത സഞ്ജയ. അതായത് ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധോസുക്തരായി അണിനിരന്നിരിക്കുന്ന ഇവരിൽ എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും പാണ്ഡവന്മാരും എന്തു ചെയ്തു സഞ്ജയ എന്ന് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നതായിട്ടാണ് ഗീത തുടങ്ങുന്നത്. അവിടെ ഒരു അച്ഛൻ തൻ്റെ മക്കളും തൻ്റെ അനിയന്റെ മക്കളും എന്ന് കണ്ടതിന് പകരം അവരെ എല്ലാവരെയും എൻ്റെ മക്കൾ എന്ന് കണ്ടിരുന്നെങ്കിൽ ആ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥത കൊണ്ട് എന്ത് സംഭവിച്ചു? യുദ്ധം ഉണ്ടാകുകയും ചെയ്തു, കുലം മുടിഞ്ഞു, സർവ്വ മക്കളും നശിച്ചു. അപ്പോൾ അപ്പന്റെ സ്വാർത്ഥതയിൽ നിന്നാണ് ആ യുദ്ധം തന്നെ തുടങ്ങുന്നത്, അല്ലേ? അപ്പം അത് ഒരു വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തിലെ സർവനാശങ്ങൾക്കും കാരണം നമ്മുടെ ഈ എന്താണ്, ഈ അമിതമായിട്ടുള്ള ദുരാഗ്രഹമാണ്. നമുക്ക് അന്യന്റെ മുതലും കൂടി ആഗ്രഹിക്കുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നശിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഗീത നമ്മുടെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഏത് സിറ്റുവേഷനിലൂടെ പോയാലും അതിനകത്ത് ഗീതയിൽ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രഹേളികകൾക്കും ഉള്ള ഉത്തരം ഒരു പക്ഷേ ഗീതയിൽ ഉണ്ട്. ഒരു പക്ഷേ എന്നല്ല, ഗീതയിലുണ്ട്. അപ്പൊ അതിനെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം പലപ്പോഴും വിമർശിക്കുന്നവരൊന്നും അത് പഠിക്കാൻ പോലും ശ്രമിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാത്തിനെയും നമ്മൾ വിമർശിക്കുമല്ലോ, അതൊരു വിമർശനം ഒരു കലയായതുകൊണ്ട് ആൾക്കാർ അത് വിമർശിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും ഗീത എന്ന് പറയുന്ന ഒരിക്കലും ഒരു റിലീജിയസ് ബുക്കായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു സൈക്കോളജിക്കൽ ബുക്കാണ്, ഒരു വലിയ ഫിലോസഫിക്കൽ ബുക്കാണ്. അതിനെ കാണേണ്ടത് ഇപ്പൊ കൃഷ്ണന്റെ ആയുധം എന്ത് കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വജ്രായുധം മറ്റേ ചക്രായുധം പ്രയോഗിച്ചു, കംസന്റെ തലയെറുത്തു എന്നൊക്കെ നമ്മൾ കാണുന്നു. പക്ഷെ കൃഷ്ണന്റെ ചക്രായുധത്തിന്റെ പേരെന്താണെന്നറിയോ? അതൊക്കെ നമ്മൾ പിന്നെ മനസ്സിലാക്കിയത് സുദർശന ചക്രം എന്നാണ്. എന്ന് വെച്ചാല് അതായത് കൃഷ്ണ എന്ന് പറഞ്ഞാല് ബുദ്ധി, അറിവിന്റെ ആയുധം എന്ന് പറയുന്നത് സുദർശനമാണ്, നല്ല കാഴ്ചപ്പാടാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മുടെ അറിവിന്റെ ആയുധമായിട്ട് കാണുന്നത് മറ്റേ നമ്മളെ ബാലരമയെ കാണുന്ന ഈ കഴുത്തറപ്പ് സാധനമല്ല. അത് അറിവിന്റെ ആയുധം എന്ന് പറഞ്ഞത് നല്ല ദർശനം, സുദർശനം എന്നാണ് ഗീത പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടത്. അല്ലാതെ മറ്റു കഥകളും ഇപ്പം ദാരികന്റെ തലയെറുത്ത ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനെ നമ്മൾ തന്നെ തോൽപ്പിക്കുന്നതാണ് അത്. അപ്പം എല്ലാ ഹൈന്ദവികമായിട്ടുള്ള എല്ലാ കഥകളിനകത്തും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കഥകൾ പഠിച്ചിട്ട് ആ കഥ സത്യമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊക്കെ നമ്മൾ അമ്പലങ്ങളിലും എല്ലായിടത്തും നമ്മൾ ആടിത്തിമിർത്ത് ആഘോഷിക്കുന്നു. പക്ഷെ അതിനകത്തൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ജീവിത പാഠങ്ങളാണുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ ബുദ്ധിയുടെ ആയുധം സുദർശനമാണ്, നല്ല ദർശനമാണെന്ന് പഠിപ്പിക്കുന്നതാണ്. കൃഷ്ണന്റെ ആയുധം സുദർശന ചക്രമാണെന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അറിവുകളുടെ ഒരു കൂമ്പാരമാണ് ഗീത. അപ്പം
അതിനെപ്പറ്റി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ വലിയൊരു ഗീത പണ്ഡിതനൊന്നുമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ചില തിരിച്ചറിവുകളിൽ ഗീത എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പല ക്ലാസ്സുകളിലും ഞാൻ ചില ഗീതാ ശ്ലോകങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. ചേട്ടാ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം ഈ ഗീതയിൽ പറയുന്ന ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു റിലീജിയസ് ടെക്സ്റ്റ് അല്ലാണ്ട് ഒരു സൈക്കോളജിക്കൽ ടെക്സ്റ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും അല്ലെങ്കിൽ എല്ലാത്തിന്റെയും സൊല്യൂഷൻ ഓൾറെഡി അവിടെ ആ ബുക്കിനകത്ത് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്നാ പോലും ഇപ്പം വേറൊരു റിലീജിയൻ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവര് വേറൊരു ദൈവമായിട്ടാണ് കാണുന്നത്. ഇത് ഇപ്പം ഗീത എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ മാത്രം ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അതൊരു ഈ സൈക്കോളജിക്കൽ ബുക്കാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ആർക്കും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചേട്ടൻ ഈ പറഞ്ഞ പോലെ അത് സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ബുക്കാണ്. ഈ മനുഷ്യരെ പറ്റിയും ആളുകൾ എങ്ങനെ പെരുമാറണം, സത്യം പറഞ്ഞാൽ അതിനകത്ത് തന്നെ എല്ലാത്തിന്റെ ഈ ജീവിതത്തിൽ നമുക്ക് ഇന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിന്റെ ഉത്തരം അതിനകത്ത് പണ്ടേ എനിക്കൊന്ന് രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അല്ല, ഇതിനകത്ത് അത് നമുക്കതിനകത്ത് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഗീത വളരെ കൃത്യമായി പഠിക്കുന്ന ബാക്കിയുള്ള മതസ്ഥരും ഉണ്ട്. അല്ല, ഇപ്പൊ നമ്മുടെ തന്നെ ബൈബിളും ഖുറാനും ഒക്കെ വായിച്ച് പഠിക്കുന്ന എല്ലാത്തിനകത്തും പഠിക്കാൻ ഒത്തിരി ഉണ്ടല്ലോ. ഒരു തുറന്ന, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിന്റെയും ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിന്റെയും കാര്യം സ്വാർത്ഥതയാണ്. ഇപ്പൊ എന്റേതെന്ന വിഷയമാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം, അല്ലെ? സ്വാർത്ഥതയാണ്. അപ്പൊ എന്റെ ഗീതയിലാണ് ഞാൻ ഗീതയാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തുനിന്ന് നമ്മുടെ ലൈഫിനകത്ത് അറിവ് നമ്മളായി മാറുക എന്നുള്ളതാണ്. ആ അറിവ് ഗീതയിൽ നിന്ന് കിട്ടിയാലും നമുക്ക് സംശീകരിക്കാൻ പറ്റും, ഖുറാനിൽ നിന്ന് കിട്ടിയാലും നമുക്ക് പഠിക്കാൻ പറ്റും, ബൈബിളിൽ നിന്ന് കിട്ടിയാലും ഇനി ഏത് ലോകത്തുള്ള തോറയിൽ നിന്ന് കിട്ടിയാലും നമുക്ക് ആവശ്യമുള്ള അറിവുകളെല്ലാം നമുക്ക് ദൈവം പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തുറന്ന സമീപനം ഉണ്ടാക്കാൻ വേണ്ടി കൂടി പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ് തീർച്ചയായിട്ടും ഇത്തരം ഗീത പോലത്തെ ബുക്കുകളൊക്കെ. നമുക്ക് അറിവാണല്ലോ എല്ലാം. നമുക്കതിനത് ഒരിക്കലും നമുക്ക് ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഒരു പക്ഷേ ഗീത പഠിപ്പിക്കുന്നുണ്ടാകത്തില്ല, അല്ലെ? നമ്മളത് പഠിക്കുന്നത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യുകയാണ്. അപ്പൊ പുരാതനവും നൂതനവുമായ എല്ലാ അറിവുകളും നമ്മൾ ജനിക്കുന്ന ലോകത്ത് ജീവിക്കേണ്ട അവസ്ഥകൾക്കനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് അപ്പൊ ഗീതയൊക്കെ വായിക്കുമ്പോൾ അതിൽ പറയുന്നത് പലതും ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും ബൈബിള് വായിക്കുന്ന ആളിനും അതിൽ ഒരുപാട് ഇതേപോലത്തെ ജീവിത പാഠങ്ങൾ അവർക്ക് അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ ഖുറാൻ വായിക്കുന്ന ആളിനും അവർക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ജീവിത പാഠങ്ങൾ അതുപോലെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അവരെല്ലാവരും അത് വളരെയധികം ബഹുമാനത്തോടു കൂടി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പരസ്പര ബഹുമാനം മാത്രം ഉണ്ടായിരുന്നാൽ മതി. നമുക്ക് ഇന്നതാണ് നല്ലത്. ഞാനത് ഗീത റിലീജിയസ് ബുക്ക് അല്ല എന്ന് പറയുന്നതിന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഗീത അങ്ങനെയാണ് തോന്നിയത്. അതൊരു റിലീജിയസ് ബുക്കല്ല. അത് അതിനകത്ത് പറയുന്ന ദൈവങ്ങളും എല്ലാം സങ്കല്പങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പം ശ്രീകൃഷ്ണ സങ്കല്പം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു രൂപം കൊടുത്തിരിക്കുന്നതൊക്കെ ഒരു പക്ഷെ ശിവകാശി കലണ്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒക്കെ സങ്കല്പങ്ങളാണ്, ആരോ വരച്ചതാണ്. അത് അങ്ങനെ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്ന് നമുക്ക് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭക്തി എന്ന് പറയുന്ന ഒരു പൊയറ്റിക് എക്സ്പ്രഷൻ കൂടെ. നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നു, അവിടെ നല്ലൊരു പൂജ നടക്കുന്നു, നല്ല ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കത് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ശാന്തത തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സിസ്റ്റമാണത്. ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി അതൊക്കെ നമ്മളെ സഹായിക്കും. അത് പള്ളിയിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ മോസ്കിൽ പോകുന്നവർക്കും ഒക്കെ ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് അതിനകത്ത്. അപ്പം അതിനെ റിച്വലിസം എന്നാണ് വിളിക്കുന്നത്. ജീവിതത്തിനകത്ത് നമുക്കൊരു ഗ്രന്ഥം പഠിക്കുമ്പോൾ റിച്വലും ആവാം, സ്പിരിച്വലും ആവാം. എന്നെ ഗീത പഠിപ്പിച്ചത് കൂടുതൽ സ്പിരിച്വൽ ആവാൻ വേണ്ടിയിട്ടാണ്, റിച്വൽ ആവാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പിരിച്വലിസം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാവർക്കും ഫോളോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു എത്തിയിസ്റ്റിന് പോലും സ്പിരിച്വൽ ആവാൻ പറ്റും. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ബി ഗുഡ് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എവരി ആക്ഷൻ വിൽ ഹാവ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നല്ലതായിരിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് അതിനുള്ള തിരിച്ചുള്ള ഫലം കിട്ടുമെന്നുള്ളൊരു കർമ്മ തിയറി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിനകത്ത് ഇന്ന മതം ഇന്ന ജാതി ഒന്നൊന്നുമില്ല. അവിടെയാണ് ഞാൻ യൂണിവേഴ്സലായിട്ട് യോഗയും ഗീതയും ഒക്കെ അതൊന്നും ഒരിക്കലും പ്രാർത്ഥനകൾ പോലും സംസ്കൃതത്തിലാണെന്നേ ഉള്ളൂ. അതൊന്നും
ഒരു മതത്തിന്റെ പ്രാർത്ഥനയല്ല. സർവേഷാം ശാന്തിർഭവതു, സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ അത് എവിടെയാണ് മതമുള്ളത്? എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ, എല്ലാവർക്കും സ്വസ്തി ഉണ്ടാകട്ടെ, എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ, എല്ലാം പൂർണ്ണമാകട്ടെ എന്നാണ് ഒരു പ്രാർത്ഥന ഹിന്ദുവിന്റെ. വേറൊന്ന് സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ. ഒരുമിച്ച് നമുക്ക് ജീവിക്കാം, ഒരുമിച്ച് നമുക്ക് ആഹാരം കഴിക്കാം, ഒരുമിച്ച് നമുക്ക് ശക്തരാകാം, അല്ലേ? നമുക്ക് ബുദ്ധിയെ വികസിപ്പിക്കാം. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാബഹൈ. പക്ഷെ നമുക്ക് പരസ്പരം വിദ്വേഷമില്ലാത്തവരായിരിക്കാം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെല്ലാവരും ഒരുമിച്ചിരിക്കാന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതിനെ നമ്മളൊരു മതമായിട്ട് കാണുന്നവരുണ്ട്. അത് അവർക്ക് ചിലപ്പം ഇലക്ഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലാത്തവരുമുണ്ട്, ഇല്ലേ? എല്ലാം ഇപ്പൊ ഇവിടെ മതങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് ഇലക്ഷൻ സമയത്ത് മാത്രമാണ്. അല്ലാത്തപ്പോ ഒക്കെ എല്ലാ മനുഷ്യർക്കും നല്ല തിരിച്ചറിവുണ്ടെന്ന് എന്റെ വിശ്വാസം. എല്ലാ മനുഷ്യർക്കും എല്ലാത്തിനെയും കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ പറയുന്ന കണക്കൊന്നുമല്ല, എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാ മനുഷ്യരും നല്ലവരാണെന്നൊക്കെ തിരിച്ചറിവുള്ളവരാണ് നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും. അതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാത്തത്. സോഷ്യൽ മീഡിയയിൽ വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെന്നല്ലാതെ മനുഷ്യർ പരസ്പരം കാണുമ്പോൾ എല്ലാവർക്കും വളരെ സ്നേഹമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അത്തരം ചർച്ചകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ഞാൻ പഠിച്ച യോഗ ഗീത എന്നൊക്കെ പറയുന്നത് അതൊരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ആണ്. അതിനകത്ത് ജാതി മതങ്ങൾ ഞാൻ കണ്ടതേയില്ല. പിന്നെ കാണുന്നവരുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ. നമ്മളെ ലൈഫ് ഈസ് യുവർ പെർസെപ്ഷൻ. നീ കാണുന്നതാണ് നിന്റെ ജീവിതം എന്ന് പറയും. ചേട്ടാ, ഈ ഇമോഷണൽ ആയിട്ട് ഇപ്പം ചേട്ടൻ ഈ കരിയർ കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ പല കുട്ടികളും ഇപ്പം സൂയിസൈഡ് ചെയ്യുന്നതും മറ്റ് അതുപരമായിട്ടുള്ള കുറെ കൊച്ചു കുട്ടികളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന പ്രേമനൈരാശ്യം, മെയിനായിട്ട് പ്രേമനൈരാശ്യം, അല്ലെങ്കിൽ പഠിത്തത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പം തന്നെ അവരിതങ്ങ് ചെയ്യാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളുടെ ഇതിനെപ്പറ്റി ഒന്നിനെ പറ്റിയും ബോധമല്ലാതെ അത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ പെട്ടെന്ന് കുട്ടികൾ എടുക്കുകയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടില് ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത്? ഈ കുട്ടികളൊന്നും ഈ വീഡിയോ ഒന്നും കാണത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ആ അറിവില്ല. എന്ന് വെച്ചാല് ഈ ലോകം എന്താണെന്നും ഈ ലോകത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അവർ തിരിച്ചറിയുന്നില്ല. അപ്പൊ അവര് ഒരു ഇമോഷണൽ ആവശ്യമില്ലാതെ ഒരുപാട് ഭയമുള്ളവരാണ് ടീനേജേഴ്സ് എല്ലായ്പ്പോഴും. അപ്പൊ നമ്മളുമൊക്കെ ടീനേജ് സമയത്ത് ഒരുപാട് കാര്യങ്ങളെ ഭയം നിരുന്നു. നമ്മളെപ്പോഴും ഭയം. അപ്പൊ ആ ഭയം ഇല്ലാതെ വളർത്തുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഭൂരിപക്ഷം നമ്മൾ പിള്ളേരെ തല്ലണ്ട എന്നൊക്കെ പറയുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റ് അവർ ചെയ്താൽ തന്നെ അത് അവർ ഭയത്തോടു കൂടി ആണ് അവർ മനസ്സിൽ വെക്കുന്നത്. അത് അവർ ആവശ്യമില്ലാതെ. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു, ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനെ ക്ലാസ്സിനകത്ത് അവനെങ്ങാണ്ട് ഒരു മദ്യപിച്ചിട്ട് ക്ലാസ്സിൽ വന്നു. അവൻ ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്, മനസ്സിലായിട്ട്. അവന്റെ ലൈഫിൽ അവൻ അല്ലാതെ അവൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു ദിവസം അവൻ ഏതോ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ 1-2 പെഗ്ഗന്തോ അടിച്ച് അവനൊന്ന് കിറങ്ങിപ്പോയി. അവൻ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അവന്റെ പാരന്റ്സിനെ വിളിപ്പിച്ചു, മാനേജ്മെന്റിനോടൊപ്പം തന്നെ. അതൊക്കെയാണ് തെറ്റ് എന്ന് വെച്ചാൽ. ഇതിനെയൊക്കെ ഉടൻ പാരന്റ്സിനെയൊക്കെ വിളിച്ചു വിഷയമാക്കിയപ്പോ ഇവൻ ആകെ അങ്ങ് തകർന്ന് തരിപ്പണമായി പോയി. ആ പയ്യൻ വീട്ടിൽ പോയിട്ടൊന്ന് ആത്മഹത്യ ചെയ്തു. അവന്റെ വളരെയധികം ഓമനത്തുള്ള ഒരു കുട്ടിയായിരുന്നു. അവൻ അങ്ങനത്തെ ഒരു ഹാബിച്വൽ ആയിട്ടുള്ള വിഷയങ്ങളുള്ള കുട്ടിയല്ല. പക്ഷെ അവന്റെ പാരന്റ്സിന്റെ ഒക്കെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അവൻ തകർന്നു പോയി. അപ്പോൾ ഒരു കുഞ്ഞു കാര്യത്തിനെ നമ്മൾ എന്തുമാത്രം വലുതായിട്ട് എടുക്കുന്നു, എന്തുമാത്രം ചെറുതായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട അത്യാവശ്യം അവിടെയാണ്. നമുക്ക് ഈ കാര്യത്തിനെ പറ്റി. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് സ്കൂളുകളിൽ പോകുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. കൊച്ചു മക്കളോടൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഒരു ടീനിന്റെ ഒക്കെ തുടക്കത്തിലുള്ള കുട്ടികൾക്കായിരിക്കും ഇത്തരം ഒരുപാട് ഭയങ്ങളുണ്ടാവും അവരുടെ ഉള്ളില്. ആവശ്യമില്ലാത്ത ഒരുപാട് ഭയങ്ങളുണ്ടാവും. ഞാൻ ചെയ്തത് തെറ്റായി പോയി. ചിലപ്പോൾ ഒരു കുഞ്ഞു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അത് പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പിള്ളേരോട് പറയുന്നത്, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങളുടെ പാരന്റ്സിനോടല്ല പറയേണ്ടത്, ടീച്ചേഴ്സിനോട് പറയണം. കാര്യം ടീച്ചേഴ്സ് കുറച്ചും കൂടി മെച്യൂർഡായിട്ട് ഇത് കേൾക്കും. ചില പല പാരന്റ്സും ചില അമ്മമാരൊക്കെ
ഒരു പക്ഷേ എരുതിയിൽ എണ്ണ ഒഴിച്ചളയും. കാര്യം എന്ന് വെച്ചാൽ നീ അങ്ങനെ ചെയ്തോ, ഈ നാണക്കേട് കൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഭയങ്കര ഡ്രാമ ക്യൂൻസ് ആയിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവർ ഈ കാര്യത്തിന് ഭയങ്കര പ്രശ്നമാക്കും. അപ്പൊ അതിനേക്കാളും ഒരു അധ്യാപികയോട് പറയുമ്പോൾ സ്വന്തം കുഞ്ഞല്ല, അവർ കുറച്ചും കൂടി മെച്ചൂർഡായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. മോനെ അത് സാരമില്ല, നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ആ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസിനാണ് പലപ്പോഴും അവരൊക്കെ ഇത്തരം കടുത്ത തീരുമാനം എടുക്കുന്നത്. അത് ഒരു വിഷയമേ അല്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലേ നമുക്ക് ക്ഷമിക്കും. അതിനേക്കാളൊക്കെ വലിയ വലിയ ക്രിമിനൽസ് ആണ് ഈ ലോകത്ത് ജീവിക്കുന്നവരും നമ്മളെ ഭരിക്കുന്നവരും ഒക്കെ ഉണ്ട് അതിനകത്ത് ഒരുപാട്. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധം വളരെ ഊഷ്മളമാവുകയും കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും അമ്മയുടെ അടുത്തോ ചേച്ചിയുടെ അടുത്തോ പോകുന്നതിന് മുമ്പ് ടീച്ചർമാരുടെ അടുത്ത് പോയി അത് പറയാനുള്ള ധൈര്യം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ പരിധി വരെ നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. കാര്യം ഞാൻ പറയാൻ കാര്യം, പാരന്റ്സ് പലപ്പോഴും ഇതിനെ അവരെക്കാളും വലിയ ഇമോഷൻ, കുഞ്ഞുങ്ങളെക്കാളും മെച്യൂരിറ്റി ഇല്ലാത്ത പാരന്റ്സ് ഉണ്ട്. അവരതിനെ എരുതിയിൽ എണ്ണ ഒഴിച്ചളയും. അപ്പൊ അത് അധ്യാപകർ കുറച്ചും കൂടി പ്രൊഫഷണലി അതിനെ ഡീൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു. ചേട്ടാ ഇപ്പൊ ചേട്ടൻ ഇത് പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. പല കുട്ടികൾക്ക് ഇത് എന്താന്ന് പോലും അറിയത്തില്ല. അല്ല, അത് അവരെ അറിയണമെന്നില്ല. ഇമോഷൻ ഇന്റലിജൻസ് എന്താണെന്ന് അവർ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മളത് ഉണ്ടാക്കിയെടുക്കുക വേണ്ടത്. ഇമോഷൻ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഇമോഷൻ ഇന്റലിജൻസ് നോട്ട് ബീയിങ് ഇമോഷണൽ, യു ഷുഡ് ബി ഇന്റലിജന്റ് ഇനഫ് ടു മാനേജ് യുവർ ഇമോഷൻസ്. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഒരാൾ ഞാൻ ഭയങ്കര ഇമോഷണലാണ്, അതുകൊണ്ട് എൻ്റെ ഇമോഷൻ ഇന്റലിജൻസ് നല്ലതാണെന്ന് പറയുന്നതല്ല. യു ഷുഡ് ബി ഗുഡ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, റെഗുലേറ്റ് ഇറ്റ് ആൻഡ് എക്സ്പ്രസ് ഇറ്റ് അപ്രോപ്രിയറ്റ്ലി എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു വലിയ ഒരു സ്കില്ലാണ്. അതൊക്കെ നമ്മൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട്ടിലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതൊക്കെ വലിയ റിസർച്ചും ഇംപ്ലിമെന്റേഷനും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ. അപ്പൊ എനിക്ക് തോന്നിയൊരു പ്രാക്ടിക്കൽ കാര്യം എന്ന് വെച്ചാൽ അധ്യാപകർക്ക് കുട്ടികളെ കുറച്ചും കൂടി അടുപ്പിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഓടി വന്ന് നമ്മളോട് പറയുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിരിക്കും തോന്നുന്നു. ചേട്ടാ ഇതിപ്പം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് ഇപ്പം കരിയർ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വർഷത്തിൽ ഏതെങ്കിലും ഒരു 1-2 മണിക്കൂർ ഒരു ക്ലാസ് കാണും. അതിനുശേഷം അവിടെ ഒരു റൂം കാണും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് എടുക്കാം എന്നുള്ള രീതിയിലാണ് അവരത് പ്രസന്റ് ചെയ്യുന്നത്. അവിടെ പലരും പോകാറില്ല. കാരണം കൗൺസിലിങ്ങിനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ആളുകൾ കളിയാക്കുക, അങ്ങനത്തെ പല പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ട് പോകത്തില്ല. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും ഇപ്പം ഞങ്ങളുടെയൊക്കെ ടീച്ചർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പൊതുവെ പലരും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാലറിക്ക് വേണ്ടി വരുന്നു, അവർ പഠിപ്പിക്കേണ്ട സിലബസ് അവർ പഠിപ്പിക്കുന്നു, അവരങ്ങ് പോകുന്നു. ഒരു കുട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനോ അങ്ങനെ കുറച്ച് നല്ല അധികം ആളുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും പലപ്പോഴും ഇതൊന്നും നടക്കാറില്ല. അപ്പോ ഇതേ പറയുന്ന സൊസൈറ്റിയിൽ തന്നെയാണ് ഈ പറയുന്ന പലതരത്തിലുള്ള സൂയിസൈഡ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇല്ല, അതിനകത്ത് നമുക്ക് ഞാനത് ഒരു പ്രായോഗികമായിട്ട് പറഞ്ഞുള്ളൂ ടീച്ചേഴ്സിന്റെ പേര്. കാര്യം എന്ന് വെച്ചാൽ പാരന്റ്സിനെ എല്ലാവരെയും വിളിച്ച് നമുക്കിപ്പോൾ ട്രെയിൻ ചെയ്യിക്കണമെന്ന് പറ്റുന്നില്ല. പക്ഷെ ടീച്ചേഴ്സിന് ഇതാ ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ പദ്ധതിക്കകത്ത് വന്നിട്ടുള്ളത് ഒരു 50 മണിക്കൂറെങ്കിലും ട്രെയിനിങ് കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നല്ല കൗൺസിലേഴ്സ് ആവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ. കാര്യം ടീച്ചർ ഇപ്പൊ പഠിപ്പിക്കാൻ ഇന്നിപ്പോ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇന്ന് ഇപ്പൊ അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും.